ചത്തത്. മുറുക്കാൻ കിടക്കാരൻ ജോസ് ആയിരിക്കും. കുറെ നാളായിട്ട് തളർവാദമായിട്ട് കിടക്കുകയാണെന്ന് കേട്ടു. എന്നാൽ ഇത്ര പെട്ടെന്ന് അവന്റെ കാറ്റ് പോയോ? സിഗരറ്റിനും ബീഡിക്കും ഒക്കെ തോന്നിയ പോലെ കാശ് പിടിങ്ങിയ ഇങ്ങനെ ഇരിക്കും. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തൊരു ബോഡി ഇന്നലെ രാത്രി മോർച്ചറിയിൽ നിന്നും കളവ് പോയി. ആരെയാണ് ഇപ്പോൾ ഇവിടെ അടക്കം ചെയ്തത്? ജോൺ എന്നാണ് പേര് പറഞ്ഞത്. ഓഹോ. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ? സ്വന്തം നാട്ടിലുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലെന്നും പറഞ്ഞ് ആ കുട്ടി കരഞ്ഞപ്പോ ഞാൻ കൂടുതലൊന്നും തിരക്കിയില്ല. അയാൾ കൊല ചെയ്യപ്പെട്ടതായിരുന്നു. എന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചാൽ. മിണ്ടാതിരിക്കൂ. അടുത്ത മാസം ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഫാദർ നിർബന്ധിച്ചാൽ കമ്മീഷണർ എന്നെ കൈവിടിയില്ല. ഞാൻ വീണ്ടും വരാം. എന്റെ കാര്യം അവിവേകമാണെങ്കിൽ ഫാദർ ക്ഷമിക്കണം. ഫാദർ ഒരു വർഗീയവാദിയാണോ? ഹിന്ദുവായ ഞാനൊരു കരപറ്റി പോകുന്നതിൽ ഫാദറിന് കണ്ണുകടിയുണ്ടല്ലേ? ഈ ലോകത്ത് ഒരു വർഗമേ ഉള്ളൂ, മനുഷ്യവർഗം. എങ്കിൽ പിന്നെ കമ്മീഷണറോട് എന്റെ കാര്യം പറയാമായിരുന്നല്ലോ. കേസ് അന്വേഷിക്കാൻ വരുമ്പോഴാണോ പോലീസ് ആളെടുക്കാൻ പറയുന്നത്? ഇങ്ങനെ നേരവും കാലം നോക്കിണ്ടിരുന്ന എന്റെ ഗതി അതോ ഗതി. രാമദാസൻ വലിയ തിടുക്കക്കാരനാ. എല്ലാത്തിനും ഒരു ക്ഷമയൊക്കെ വേണ്ട കുഞ്ഞെ. മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ ഫാദർ പ്രമാണം? ചുമ്മാ മുട്ടി നോക്കണം. നേരെ ഒരുപാടായി. താമസിച്ച് എന്നാ മുതലാളി വാഴെടുക്കും. ഞാൻ പോട്ടെ ഫാദർ. ആ നില തനിക്കൊരു വിചാരമുണ്ട്, ഞാനൊരു മണ്ടനാണെന്ന്. ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ഒരുപാട് വെള്ളം ഒഴുകിയതാ കേട്ടോ. ചെല്ല്. സെമിത്തേരിയിലെ ശോകമുഖമായ അന്തരീക്ഷമായിപ്പോയി. ഭാവിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കിയല്ലേ ഷട്ടപ്പ് പറഞ്ഞത് എന്നോർത്തോളൂ. ഭാവിയിലെ ആര്? പോലീസ് ഉദ്യോഗസ്ഥൻ. SI തന്നെ. അതേ കുറിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. അയ്യടാ, നല്ല ചേലായിരിക്കും. എന്തൊരു നീളവും വേണോ. SI കൊള്ളാം. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഒരു ദിവസം കാത്തിട്ടുണ്ടെന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും. എന്നെ അറസ്റ്റ് ചെയ്യാനാണോ SI ആവുന്നത്? അത് വേണ്ടല്ലോ. ശോഭയെ പണ്ടേ അറസ്റ്റ് ചെയ്ത് ഈ ലോക്കപ്പിലാക്കിയതല്ലേ. തൊപ്പി കിട്ടിയ അന്ന് തന്നെ ഞാൻ നാട്ടിലൊന്ന് പോകും. എന്നെ 7ാം കൂലിയായി കരുതുന്ന എന്റെ അച്ഛനെ ഒന്ന് വിരട്ടണം. പിന്നെ ആ സൂര്യ ടെക്സ്റ്റൈൽസ് ഉടമ നാരായണപിള്ള, അയാളെ ഞാൻ സ്റ്റേഷനിലിട്ട് ഊരിട്ടി കൊല്ലും. ജോലി തന്നതിനുള്ള നന്ദിയായിരിക്കും. പിന്നെ മഹാഭാരതം പോലെ കണക്കെഴുന്നതിന് 400 രൂപയാ തരുന്നത്. അപ്പൊ SI ചെയ്യാൻ ജോലി എത്രയുണ്ട്? പിന്നെ കുറെ നാളായിട്ട് കമ്മീഷൻ എന്നെ കുരങ്ങളിപ്പിക്കുക. നിവർത്തിയില്ലെങ്കിൽ ഞാൻ അയാളെയും തട്ടും. ഈ കാക്കി കുപ്പായ എന്ന് പറഞ്ഞാൽ എനിക്കൊരു തരം ഭ്രാന്താ ശോഭ. എന്റെ ചേട്ടന് പോലീസുകാരെ ഇഷ്ടമല്ല. അത് നിന്റെ ചേട്ടൻ വല്ല മോഷണ കേസിലും പെട്ട് പോലീസുകാരെ നല്ല പട കിട്ടിയിരിക്കും. എന്റെ ചേട്ടന് ദാസേനെ പോലെ അത്രയും ഗതികേടൊന്നും ഇല്ല. നല്ല അന്തസ്സുള്ളൊരു ജോലിയുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആളിനെ കണ്ടാ പറയാം അന്തസ്സുണ്ടോ ഇല്ലയോ എന്ന്. എന്താ അത്ര ചിരിക്കാനുള്ളത്? ഞാനും ശോഭയും തമ്മിൽ പ്രേമം തന്നെ. തടസ്സപ്പെടുത്താൻ ഇറങ്ങിക്കൊള്ളു. ചെല്ല് ജീവിതം മുഴുവൻ ടൈപ്പടിച്ച് തുടങ്ങി. വൈകിട്ട് ഫോൺ ചെയ്യണേ. ഹലോ. യെസ്, കമ്മീഷണർ സാമുവൽ ഹിയർ. ഓ മിസ്റ്റർ വർമ്മ, ഹൗ ആർ യു? വരാം. സംതിങ് സീരിയസ്? ഓക്കെ ഇപ്പൊ തന്നെ വരാം. എന്താ രാമദാസ്? അല്ല, എന്റെ കാര്യം എന്തായി സാർ? നേരായ വിധത്തിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ? പറഞ്ഞിരുന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സാർ കൂടി ഒന്ന് മനസ്സ് വെച്ചാലേ കാര്യം നടക്കും. ഈ പാവത്തിന്റെ ആഗ്രഹം നടത്തി തരാൻ മറ്റാരുമില്ല സാർ. ഇത്ര പെട്ടെന്ന് കരയുന്നവരെ എങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കും? സോറി സാർ. ഡ്രൈവർ,
സാർ എപ്പോ തിരിച്ചു വരും? പോ. ഞാനും ഒരു ദിവസം കാക്കിൽ വരും. അപ്പൊ താൻ എന്നെയും കണ്ട് സല്യൂട്ട് ചെയ്യും. അപ്പോഴാക്കണ്ട, ഇപ്പൊ തന്നെ തരാം. വരൂ. വാട്ട് ഹാപ്പൻഡ്? പറയാം, വരൂ. മൈ ഗോഡ്. യെസ്, ഇറ്റ് ഈസ് ലോസ്റ്റ്. താങ്കൾ ഏർപ്പെടുത്തിയ സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവസാന കാലത്ത് ഇത്തിരി മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഉള്ളൊക്കെ സർക്കാരിനെ ഏൽപ്പിക്കാമെന്ന് വെച്ചത്. എപ്പോഴാണ് സംഭവിച്ചത്? 3-4 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കാലത്താണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത്. കനത്ത സെക്യൂരിറ്റി ഏർപ്പാടുള്ളപ്പോ ഞാനെന്തിന് ഭയപ്പെടണം? മിസ്റ്റർ വർമ്മ ഇക്കാര്യം മറ്റാരെങ്കിലും അറിയിച്ചോ? ആദ്യം അറിയിച്ചത് താങ്കളെ തന്നെയാണ്. തൽക്കാലം ഇത് മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. ലോകത്തിലെ തന്നെ അപൂർവമായൊരു ഡയമണ്ട് കളക്ഷൻ ആയിരുന്നു അത്. പ്രപിതാമഹന്മാരുടെ കാലത്തുള്ള ശേഖരം. എന്നുമെന്നും ഈ കുടുംബത്തിന്റെ ഓർമ്മയ്ക്കായി അത് സൂക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് സർക്കാരിന് മുലകൂട്ടാൻ ശ്രമിച്ചത്. അതൊരു വയ്യാവേലിയായി. ഇനി നിങ്ങളുടെ കോടതി സാക്ഷിക്കൊള്ളും നിർത്തിയില്ലേ? മിസ്റ്റർ വർമ്മ അപ്സെറ്റ് ആകരുത്. വയസ്സുകാലത്ത് എല്ലാ ദുർവിധികളും എന്നെ പിടികൂടുകയാണ്. ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് മനസ്സിലേൽപ്പിച്ചിട്ട് എന്റെ മകൾ പോയി. 6 മാസത്തിനകം ഇപ്പോൾ ഇതും. മിസ്റ്റർ വർമ്മ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. പറയൂ. നാം രണ്ടുപേരും മാത്രം അറിയാൻ പാടുള്ള ഒരു പ്ലാനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ ഡയമണ്ട് സർക്കാരിനെ ഏൽപ്പിക്കുന്ന ചടങ്ങ് തിങ്കളാഴ്ച തന്നെ നടത്താം. അതിന് ഡയമണ്ട്സ് എവിടെ? ഡയമണ്ട്സ് താങ്കളുടെ കയ്യിൽ തന്നെ ഉള്ളതായി നമ്മൾ ഭാവിക്കുന്നു. ഭാവിച്ചാൽ കൊടുക്കുകയും വേണ്ടേ? വേണ്ട. ചടങ്ങ് നടക്കുന്ന ഹോട്ടലിൽ താങ്കൾ തലേ ദിവസം തന്നെ എത്തുന്നു. ഐ മീൻ വിത്ത് ഡയമണ്ട്സ്. അവിടെ വെച്ചൊരാൾ താങ്കളുടെ കയ്യിൽ നിന്നും ഡയമണ്ട് സൂക്ഷിച്ച ബോക്സ് തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നു. ആര്? നമ്മൾ ഏർപ്പാട് ചെയ്യുന്ന ഒരാൾ. യഥാർത്ഥത്തിൽ ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയാൽ ഇതറിയുന്നതോടെ ചിന്താകുഴപ്പത്തിലാകും. മോഷ്ടാക്കളെ വഴിതെറ്റിക്കാൻ താങ്കൾ സൂക്ഷിച്ചിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് ആണ് ആദ്യം കളവ് പോയതെന്ന് നമുക്ക് പ്രസ്താവന ഇറക്കാം. എന്നിട്ട് താങ്കളെ ആക്രമിച്ച് ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയാളുടെ ഫോട്ടോ നമ്മൾ പത്രത്തിലിടും. യഥാർത്ഥ മോഷ്ടാക്കൾ അയാളെ തേടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ അവരെ ട്രേസ് ചെയ്യാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോകാൻ ഇത്രയും ബുദ്ധി കാണിച്ചവർ ഈ നാടകത്തിൽ വീഴുമെന്നാണോ വിചാരം? എളുപ്പമല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് അല്പം കൂടെ നിറക്കൂട്ട് വേണം. മനസ്സിലായില്ല. നാടകം യഥാർത്ഥമായി തോന്നണമെങ്കിൽ രംഗത്ത് താങ്കൾ മരിച്ചു വീഴണം. അധികം ആൾ ഹോട്ടലാകാൻ പാടില്ല. ഹോട്ടൽ റിസപ്ഷനിൽ വെച്ച് അക്രമിയുടെ വെടിയുണ്ടയേറ്റ് താങ്കൾ അന്ത്യശ്വാസം വലിക്കുന്നതായി അഭിനയിക്കണം. മിസ്റ്റർ കമ്മീഷണർ, ഞാനൊരു നാടകമാണല്ല. ലക്ഷ്യം മഹത്തായിരിക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. ദയവ് ചെയ്ത് എന്നോട് സഹകരിക്കൂ. ഇനി താങ്കളെ വെടിവെച്ച് വീഴ്ത്താൻ ഒരു നടനെ കൂടെ സംഘടിപ്പിക്കണം. ഈ 3 പേരുമല്ലാതെ മറ്റാരും ഇക്കാര്യം അറിയരുത്. ഞാൻ വീണ്ടും വരാം. സെന്റ് ജോസഫ് ചർച്ചിൽ അച്ഛനെ ചെന്ന് കണ്ടിട്ട് രാമദാസിനെ ഇങ്ങോട്ട് അയക്കാൻ പറയും. എത്രയും വേഗം. അയാൾ താമസിക്കുന്നത് ചർച്ചിനടുത്ത് എവിടെയാണ്? അച്ഛൻ പറഞ്ഞു തരും. എന്തൊക്കെയാണ് ചാക്കോ ഞാൻ ഈ കേൾക്കുന്നത്? ഒന്നും ഉണ്ടായില്ല അച്ഛോ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നക്കുട്ടി എന്റെ അയൽക്കാരിയാണ്. ഞാൻ അവളെ സ്നേഹിച്ചു. ആ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചുപോയി. അതൊരു തെറ്റാണോ അച്ഛോ? മഹത് വചനങ്ങൾ തന്നെ പോലുള്ളവർ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞത്. അല്ലാതെ അയൽക്കാരെ സ്നേഹിക്കാൻ ആര് പറഞ്ഞു? ഒരക്ഷരത്തിന്റെ വ്യത്യാസമല്ലേ. ക്ഷമിച്ചേളാ. രാംദാസിനോട് കമ്മീഷണർ ചെല്ലാൻ പറഞ്ഞിട്ട്. സാറ് വന്നില്ലേ? ഇല്ല. തന്നെ കമ്മീഷണർ അന്വേഷിച്ചെന്ന്. ഇത് മറ്റേ തന്നെ. കാക്കി തൊപ്പി വെച്ച് ഞാൻ വരവുണ്ടോ? അച്ഛന്റെ ചെല്ലക്കുട്ടിയുടെ പറഞ്ഞതേ രാംദാസൻ FI ആവാൻ പോണെന്ന്. വണ്ടിയിട്.